ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ അതുല്യ. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്കാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഒരു പുതിയ വ്ളോഗാണ്. സോ ഞാൻ ഇന്നൊരു ആളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മീൻസ് നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക. അപ്പോൾ ഞാൻ ഒരു ഹാംസ്റ്ററിനെ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഞാനൊരു ഒക്ടോബർ 1 ഞാനൊരു ഹാംസ്റ്ററിനെ മേടിച്ചു. അത് ശരിക്കും അതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് വീട്ടിൽ പെറ്റ്സിനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ വളർത്താൻ പാടില്ല. മീൻസ് ഡോഗ്സ് ഒന്നും അലോഡും അല്ല. മീൻസ് വീട് അടുത്തടുത്ത്, മീൻസ് ഫ്ലാറ്റൊക്കെ ഇങ്ങനെ ഇത്തിരി അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഞാനപ്പോൾ 2 മീനിനെ മേടിക്കും. എപ്പോഴും ഞാൻ +2 ഉണ്ടായിരുന്നപ്പോൾ പള്ളിയുടെ അവിടെ ആയിട്ട് പെരുന്നാൾ വരുമ്പോൾ മീൻ വരും. മീൻസ് ഈ മറ്റേ കുറെ മീനിന്റെ അക്വേറിയം ആയിട്ട് അങ്ങനെ കുറെ പേര് വിൽക്കാനൊക്കെ വരും. അപ്പൊ ഞാൻ അങ്ങനെ ഗപ്പി അങ്ങനത്തെ കുറെ മേടിക്കും. അപ്പൊ ഞാനിവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിന്റെ മേളിൽ ഒരു പോട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും ഇടും. പക്ഷെ അവര് നിൽക്കൂല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലോറിൻ അടങ്ങിയ വെള്ളം ആയതുകൊണ്ടായിരിക്കും നിൽക്കാത്തത്. അപ്പോ അങ്ങനെ ചത്ത് പോകും പെട്ടെന്ന്. മീൻസ് മേബി ഒരു 1 month അത്രയൊക്കെ നിൽക്കുള്ളൂ. 2-3 മീനുകൾ തന്നെ ഫസ്റ്റ് ഇങ്ങനെ ചാവാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് അങ്ങനെ പിന്നെ എനിക്ക് മീൻ മേടിക്കണം എന്ന് തോന്നി. അപ്പൊ എന്റെ ഫ്ലാറ്റില് ഒരു കസിന്റെ വീട്ടില് ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു 1 year ആയി ഇപ്പൊ ഉണ്ട് എന്നൊക്കെ. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, മേ ബി ഗോൾഡൻ ഫിഷിന് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴായിരുന്നു 2-3 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ മാർക്കറ്റിന്റെ അടുത്തുള്ള ഒരു അക്വേറിയത്തിൽ പോയി ഞാൻ 2 ഗോൾഡൻ ഫിഷിന് മേടിച്ചു. എന്നിട്ട് ഞാൻ അവനെ മീൻസ് 2 പേരെ ഞാൻ പേരൊക്കെ ഇട്ട് കോക്കോ ജോജോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലിട്ടു. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഒരുത്തൻ ഡെഡായി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടവും. മീൻസ് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പെറ്റ്സ് ആയിട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചാവുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ എന്നിട്ട് അവൻ മരിച്ചു പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. രാത്രിയാന്ന് തോന്നുന്നു ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പേര് വിളിച്ചിട്ട് ഞാനിങ്ങനെ പോയി നോക്കിയപ്പോ ഒരെണ്ണിങ്ങനെ മെളി. അപ്പൊ ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പോ അനങ്ങുന്നില്ല. മനസ്സിലായി, ഓക്കെ ഡെഡായില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഷോർന്ന ചത്തുപോയി എന്നൊക്കെ പറഞ്ഞു. അതിന് മുമ്പ് എന്താ പറയാ, ഇവിടുത്തെ വെള്ളം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അക്വേറിയത്തിൽ ഉള്ള ആളോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായി, ചേട്ടാ ഇങ്ങനെ വെള്ളം അവിടെ നിൽക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അവര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഡ്രോപ്സ് ആണെന്ന്. എന്നിട്ട് പറഞ്ഞു അത് ഇട്ടാ മതി. എന്നിട്ട് ഇടുന്നതിന് മുമ്പ് വെള്ളം ഇട്ട് കഴിഞ്ഞ് അത് ഇട്ടിട്ട് ഒരു 1 hour or 2 hour വെച്ചിട്ട് മീനെ ഇട്ടാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തത്. ബട്ട് എനിക്ക് നിന്നില്ല. എന്നിട്ട് ഒരെണ്ണം ഉണ്ടായി. എന്നിട്ട് ആ ദിവസം എനിക്ക് ഭയങ്കര സങ്കടമായപ്പോ എന്നോട് പറഞ്ഞു, നീ ഈ സാധനം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഹാംസ്റ്റർ. അപ്പൊ ഓക്കെ, എലിയുടെ കാറ്റഗറി പെടുന്നതാണല്ലോ. അപ്പൊ ഞാൻ നോക്കി, ഓക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കാര്യം ഞാൻ പണ്ട് ചെറുപ്പത്തില് കലൂര് ഒരു ഇതുണ്ടാവുമല്ലോ, കുറെ ഇങ്ങനെ ഇതൊക്കെ വരുമല്ലോ, എന്താ പറയാ സ്റ്റോൾ അങ്ങനത്തെ ഒക്കെ. അപ്പൊ പെറ്റ്സിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് അന്നത്തെ ഓർമ്മയിലുണ്ട്, ഇങ്ങനെ ഒരു കൂടിന്റെ ഉള്ളിൽ ഇങ്ങനെ സർക്കിൾ ഉണ്ട്, അതിലിങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ ചാടി ഇറങ്ങുന്നു. ആ ഒരു ഓർമ്മ എന്റെ മൈൻഡിലുണ്ട്. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ തപ്പി കുറെ വീഡിയോസ് ഒക്കെ നോക്കി. നമ്മൾ അതാണല്ലോ, നമുക്ക് ഒരു സാധനം താല്പര്യമാകുമ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കുറെ നോക്കി. അപ്പൊ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, നമുക്ക് കൊണ്ടുവരാം. ഇവിടെ അങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാര്യം മിണ്ടാപ്രാണിയാണല്ലോ. മീൻസ് അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഡേ അമ്മയ്ക്ക് കറക്റ്റ് ജോലി ഉണ്ടായിരുന്നില്ല. ഹാഫ് ഡേ എന്തോയിരുന്നു. ഞാൻ പറഞ്ഞു പ്ലീസ് പോവാ, നമുക്ക് ഇപ്പൊ മേടിക്കണ്ട, നമുക്ക് നോക്കാം എന്നിട്ട് മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് പാലാരിവട്ടത്തുള്ള ഒരു പെറ്റ്സ് വേൾഡിൽ എന്തോ പോയത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ 2 ഹാംസ്റ്റേഴ്സ് ഉണ്ട്. അത് 2 വൈറ്റ്സ് ആയിരുന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, അവിടെ കളേഴ്സ് വരുമ്പോ പറഞ്ഞാൽ മതി, ബ്രൗൺ അങ്ങനത്തെ ഒക്കെ വരുമ്പോ പറഞ്ഞാൽ മതി. അവര് പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. ആരപ്പോ രാവിലെ തന്നെ ആ ഒരു ഇതിൽ ഞാൻ കുറെ കടയിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ഒരു കടവന്ത്രയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കടവന്ത്രയില് അമ്മയടുത്ത് പറഞ്ഞ അമ്മ ആ വഴി ഒന്ന് പോവാം. മീൻസ് നമുക്ക് പാലാരിവട്ടത്ത് ഇങ്ങോട്ട് വരുമ്പോ കലൂർ കടവന്ത്ര റോഡ് വഴി അങ്ങനെ പോവാലോ. ഞാൻ ഏകദേശം ആ മെഡിവിഷന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നുന്നു അത് വന്നത്. ലെൻസ് കാട്ടൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോ അവിടെ പോയി ഞാൻ നോക്കി.
നോക്കിയപ്പോ കുറെ ഹാംസ്റ്റേഴ്സ് ഉണ്ട്. എന്റെ ഫസ്റ്റ് പക്ഷെ കണ്ടിപ്പോയത് അവിടെ ഒരു ഷിറ്റ്സും ഉണ്ടായി, 3 ഷിറ്റ്സും ഉണ്ടായി. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോ. പക്ഷെ നമുക്ക് വളർത്താൻ പറ്റില്ല, ഇവിടെ സീനാണ്. എന്നിട്ട് ഹാംസ്റ്റേഴ്സ് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഹാംസ്റ്റേഴ്സിനെ കണ്ടു. അപ്പോ ഇവര് അമ്മയും പിള്ളേരും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ തന്നെ 3 ബ്ലാക്കും പിന്നെ ആരായിരുന്നു, പിന്നെ വേറെ ടൈപ്പ് ഹാംസ്റ്ററും. അത് ഭയങ്കര ഇങ്ങനെ ബോളും ഇങ്ങനെ ഉരുണ്ടിരിക്കും. എന്നിട്ട് ഇവര് കണ്ടു. ഇവരെ കണ്ടപ്പോ 3 പിള്ളേരുണ്ടായി. ഇതിൽ ഒരെണ്ണം വൈറ്റ് ഉണ്ടായി, പിന്നെ ഒരു ക്രീം ഉണ്ടായി, പിന്നെ ഒരു ബ്രൗണും ക്രീമും മിക്സ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ വൈറ്റ് വേണ്ട. അപ്പൊ അയാൾ പറഞ്ഞു വൈറ്റ് ബുക്ക്ഡ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ബ്രൗണിന്റെയും ക്രീമിനെയും കണ്ടു. ഇവർക്ക് എന്തോ 1 month ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമില്. അപ്പൊ കണ്ടപ്പോ തന്നെ വാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്താ സീൻ എന്ന് വെച്ചാല് 1 month ഉള്ള അവന്റെ ഏജിലുള്ള അവന്റെ എന്താ പറയാ സിബ്ലിങ്സ് അങ്ങനെ പറയാൻ വേണമെങ്കിൽ മീൻസ് അവന്റെ തന്നെ എന്താ പറയാ കൂടപ്പിറപ്പുകൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വളർച്ചയുണ്ടാവും, നല്ല ഗ്രോത്ത് ഇല്ലായ്മയാണോ എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര കുഞ്ഞായിരുന്നു അവന്. അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് അടിച്ചു. ഇഷ്ടപ്പെട്ടതാണ്. ബട്ട് അമ്മ ഒരു ക്രീമിനാ പറഞ്ഞു. ക്രീം നല്ല ആക്റ്റീവായിരുന്നു. അപ്പൊ ഞാൻ അവനെ ഇത് ചെയ്തു. നോക്കിയപ്പോ ഓക്കെ ആക്റ്റീവ് അല്ല എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ എന്നിട്ട് വേണ്ട വിചാരിച്ചു കാര്യം തൽക്കാലം. അപ്പൊ ഞാൻ ക്രീം നോക്കിയപ്പോ ക്രീം എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ ക്രീമിനെ മേടിച്ചു. ഓക്കെ, സോ ക്രീമാണ് ഇപ്പൊ എന്റെ കൂടെ ഇവിടെ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഇപ്പൊ ഞാൻ ഒക്ടോബർ 1 കൊണ്ടുവന്ന് 13 ദിവസം കറക്റ്റ് ആയി. ഭയങ്കര എന്താ പറയാ എന്റെ കണ്ടവർക്കൊക്കെ അറിയാം ഇപ്പൊ നല്ല ചാട്ടോ ഓട്ടോ ഒക്കെയാണ്. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഹാംസ്റ്റർ. അപ്പൊ ഞാൻ ഇവനിപ്പോ ടിങ്കർ ബെൽ എന്ന് പേരിട്ടു. പാവമാണ്. പക്ഷെ ഞാൻ കുഞ്ഞാന്നാ വിളിക്കുന്നത്. കാര്യം ഞാൻ ഫസ്റ്റ് ടൈം പേര് ആലോചിക്കുന്ന മുമ്പ് ഞാൻ കുഞ്ഞാന്ന് വിളിച്ചു. ഞാൻ കുഞ്ഞാന്ന് വിളിക്കാനാണ്. ഭയങ്കര എന്താ പറയാ പാവമാണ്. ശബ്ദമൊന്നുമില്ല. അയ്യോ അതിന്റെ ഇടയില് എന്റെ അമ്മ നിങ്ങക്ക് ബോറടിക്കുന്നുണ്ട്. ഇവർക്ക് എന്തോ 3 to 4 years ലൈഫ് സ്പാൻ ഉണ്ട്. കണ്ടോ ഗൈസ്, ദിസ് ഈസ് മൈ കുഞ്ഞ്. ഹായ് കുഞ്ഞ, ഹായ് ഓൾ. സോ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്റെ ഇടയിലാണ് ഞാൻ എടുത്തത്. കളിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് കൂടൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരൂ. വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് അവന്റെ കൂട്. അതിന്റെ ഉള്ളില് ഒരു പൊടിയുണ്ട്. അത് ഞാൻ വീഡിയോയില് കാണൂല. കാര്യം ഞാൻ വീഡിയോ എടുത്തപ്പോ പൊടി ഇല്ലാതെ എടുത്തത്. ഇതൊരു പൊടിയാണ്. ഇത് വുഡ് ചിപ്പ് എന്ന് പറയും. മീൻസ് അവര് ഇതിലാണ് കിടക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മീൻസ് ഇവര് യൂറിൻ പാസ് ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോ മേ ബി ഇതാവാതിരിക്കാനായിരിക്കും. ഇത് നിൽക്കും അത്യാവശ്യം ഒരു 2 weeks ഒക്കെ വെക്കാം. പക്ഷെ ഞാൻ 1 week ആവുമ്പോ ഞാൻ എടുത്തു കളയണം. പുറത്ത് വരാൻ നോക്കുന്നുണ്ട്. ഓക്കെ, 1 week ആവുമ്പോ ഞാൻ എടുത്തു കളയാറുണ്ട്. ഇതാണ് അവന്റെ ഇത്. പിന്നെ ഗൈസ് ഞാൻ അവനെ മേടിച്ചപ്പോ എനിക്ക് അവന് 500 rupees ആയി. 500 ആയുള്ളൂ. ഞാൻ നോക്കിയപ്പോ 650 ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് 500 ആയുള്ളൂ. അത്യാവശ്യം വളരുന്നുണ്ട് ഇവൻ. എനിക്ക് തോന്നുന്നു വീട്ടിലെ ഫുഡും കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ തന്നെ അവന്റെ ഫുഡും ഉണ്ട്. അവന്റെ ഫുഡ് ഒരു എന്താ പറയാ, ഒരു മിനിറ്റ്. അവന്റെ ഫുഡ് കുറെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ഇപ്പൊ ഭയങ്കര കളിയിലാണ്. എന്നെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. വീട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കണ്ടോ ഗൈസ്? എന്നെ നോക്കാൻ വരുന്നുണ്ട്. കണ്ടോ? ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കുന്നു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എനിക്കല്ല. അപ്പൊ അവന്റെ ഫുഡ് എന്ന് വെച്ചാല് കുറെ ഗ്രെയിൻസും കോൺസ്, പിന്നെ അങ്ങനെ കുറെ ഈ മറ്റേ കോൺഫ്ലെക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ പോലെ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു എന്തോ ഉണ്ട്. അതായിരുന്നു അവന്റെ ഇത്. ഇതാണ് അവന്റെ ഫുഡ്. ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ആണ്. ഈ പാക്കറ്റിന് 380 rupees ആണ്. ഈ പൊടിക്ക് എന്തോ 350 ആയി. 350 ഉണ്ട് അത്യാവശ്യം. ഇത് പിന്നെ ഇങ്ങനെ
ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നത്. ബട്ട് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഇത്ര ഇട്ടാൽ മതി, അത് ഫുള്ള് ഇറങ്ങുള്ളൂ. അപ്പൊ അതാണ്. പിന്നെ ഇവന്റെ കൂട് 1200 ആയി. അപ്പൊ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മേടിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ നോക്കാം. പിന്നെ എന്താന്ന് വെച്ചാല് ഇവരെ കുഞ്ഞിലേ മേടിക്കുന്നതായിരിക്കും ഇത്രയും കൂടെ നല്ലത്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇവനെ കണ്ടിട്ട് മേടിച്ചു ഒരെണ്ണത്തിന്. ബട്ട് അത് ഫീമെയിൽ ആയിരുന്നു, ഇവ മെയിലാണ്, അത് ഫീമെയിൽ ആയിരുന്നു. പിന്നെ അങ്ങനെ തന്നെ ഭയങ്കര അഗ്രസീവായിരുന്നു പുള്ളിക്കാരി. സോ അങ്ങനെ തന്നെ പിന്നെന്തായിരുന്നു വെച്ചാല് അതിനെ അങ്ങനെ എന്താ പറയാ ഇത്തിരി വലുതായതുകൊണ്ട് നമുക്ക് എടുക്കാനൊക്കെ വരുമ്പോ കടിക്കുന്നുണ്ട് ഇവൻ. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല കടി. ബട്ട് അങ്ങനെ അവനങ്ങനെ കടിക്കാറില്ല. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ എടുക്കുന്നതും കളിപ്പിക്കുന്നതൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു സ്മെല്ല് അവർക്കൊക്കെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ അങ്ങനെ കടിച്ചിട്ടില്ല. സോ എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇപ്പൊ ഞങ്ങൾ എൻ്റെ അമ്മയ്ക്കും പിന്നെ അച്ഛനോട് ഭയങ്കര ഇഷ്ടം. അപ്പോ ഇവനെ മേടിച്ചപ്പോഴാണെങ്കിലും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു പുള്ളിക്കാരി. മേടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയാം, നിങ്ങള് ഇതിന് മുമ്പുള്ള വ്ളോഗില് പുണ്ടരീകപുരം ആ അമ്പലത്തിൽ പോയത്, അന്നത്തെ ഒരു ദിവസം അവനിവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പൊ എനിക്ക് മേടിച്ച് October 1 മേടിച്ചു. ഇന്ന് ഡേറ്റ് 17th ആണ്. ഓക്കെ. സോ അവനെ മേടിച്ചപ്പോ എന്നൊക്കെ എടുക്കണം എന്നുണ്ട്. ബട്ട് ടൈം കിട്ടിയില്ല, ഭയങ്കര തിരക്കൊക്കെ ആയി. വീട്ടില് നെയ്ബേഴ്സും കസിൻസും ഒക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ എന്തായിരുന്നു അപ്പൊ 2 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ മേടിച്ചിട്ട്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര സങ്കടം. അയ്യോ ഞങ്ങൾ 5:30 പോകും, അവൻ ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാര്യം രാത്രിയൊക്കെ അവൻ വന്ന ടൈമിൽ തന്നെ രാത്രിയൊക്കെ പെട്ടെന്ന് ഞെട്ടി എണീക്കും. അയ്യോ അവൻ അവിടെ ഉണ്ടോ, എന്ത് ചെയ്യുവാണ്. AC പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ AC ഞങ്ങൾ ഇടും ഇടയ്ക്ക്, ഭയങ്കര ചൂടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ അവനെ എന്ത് ചെയ്യുന്നു, നല്ല തിക്ക് ബെഡ്ഷീറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ മൂടി വെക്കും. അപ്പൊ അത് പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യും. അപ്പൊ അന്ന് രാവിലെ 5:30 ഞങ്ങള് പോവായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞാൻ അവനെ എന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാറിലാണ് പോണേ. പിന്നെ അങ്ങനെ തന്നെ നമ്മള് ഇപ്പൊ അമ്പലത്തിലൊക്കെ കയറുവാണെങ്കിൽ ആ ചൂടത്ത് അവനെ വെക്കണം. ചൂട് ഇവർക്ക് പ്രശ്നമില്ല, എന്നാലും നമ്മള് കാറിന്റെ ഉള്ളിൽ AC ഇടുവാണെങ്കിലോ അങ്ങനത്തെ ഒക്കെ കുറെ മൈൻഡ് ഉണ്ട്. വേണ്ടാന്ന് വിചാരിച്ചു, അത് അത്യാവശ്യമല്ലാന്ന് വിചാരിച്ചു. എന്നിട്ട് വീട്ടിൽ വെച്ചു പോയി. തിരിച്ചു വന്നപ്പോ 2:30 ആയി. ആ വീഡിയോയില് ഫുൾ കംപ്ലീറ്റ് ഇല്ല, കാര്യം എനിക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. അടയെ ഭയങ്കര ടയേർഡായി പോയി പെട്ടെന്ന് തന്നെ. മീൻസ് വെയിലത്തൊക്കെ അല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടപ്പള്ളി പോയി സാത്താറില് ഫുഡൊക്കെ കഴിച്ചു. ദെൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവനെ കണ്ടത് ഇവൻ കളിക്കായിരുന്നു. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല, സീനില്ല. കാര്യം അമ്മയ്ക്ക് ഒരു ഇംപ്രഷൻ ഉണ്ട്. കാര്യം ഇവിടെ വരുന്ന എല്ലാ ആനിമൽസും പെട്ടെന്ന് മരിച്ചു പോകുന്നു, മീൻസ് അപ്പൊ വാഴുന്നില്ല എന്നുള്ളൊരു സീൻ അമ്മയ്ക്ക് തോന്നാറുണ്ട്. അപ്പൊ എനിക്കൊരു പേടിയുണ്ട്, ദൈവം ഇവൻ എന്തെങ്കിലും ആവോ എന്നുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. ബട്ട് ഒന്നും അതിൽ ഇവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ മുടി അപ്പൊ അവന്റെ ഉള്ളില് അവൻ നിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വന്ന് എടുത്തിട്ട് ബട്ട് ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പൊ ഞാൻ ഇവനെ എടുത്തു, റൂമിൽ കൊണ്ടുപോയി ഒരു ചെയർ ഇട്ടു, അവന്റെ കൂടെ അവിടെ വെച്ചു, ചെയറിന്റെ പുറത്തിട്ടു. ഇപ്പൊ ഇത് ബെഡാണെങ്കിൽ ഇവിടെ ആയിട്ട് ചെയർ വെച്ചു. ഓക്കെ, ഇവിടെ ആയിട്ട് ചെയർ വെച്ചു, അതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചു. എന്നിട്ട് അവൻ കൈ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഉറങ്ങിപ്പോവും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിപ്പൊ ഇവിടെ അവൻ ഇരിപ്പുണ്ട്, ഞാനിങ്ങനെ വെച്ചു. ഈ കൈ മാറ്റുമ്പോ അവൻ നോക്കും, കൈ എവിടെ എന്നുള്ള സീൻ ഇങ്ങനെ മടുത്ത് നോക്കും. മീൻസ് കൈ എവിടെ എന്നുള്ള ഇതില് അവൻ നോക്കും. അപ്പൊ ഞാൻ എന്നിട്ട് അങ്ങനെ അന്ന് കിടന്നിട്ട് അവനെ ഞാനിങ്ങനെയല്ല കിടക്കുന്നത്. അപ്പൊ വയറ്റിന്റെ പുറത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു കൈ വെച്ച് മൂടി. എന്നിട്ട് ഞാൻ എന്റെ ബെഡ്ഷീറ്റിന്റെ പാർട്ടും എടുത്തിട്ട് ചെറുതായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ അവനെ നോക്കി കിടക്കുമായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങിപ്പോയപ്പോ അമ്മ ഇടയിൽ ചോദിക്കുന്നുണ്ട് അവനെവിടെയെന്ന്. പക്ഷെ ഞാൻ കേൾക്കുന്നത് എന്താന്ന് വെച്ചാല് അവനെ ഞാൻ പിടിക്കാമെന്നുള്ള സീനിലാണ് എന്റെ മൈൻഡില് ആ ഒരു അപബോധ എന്തോ മൈൻഡില് അങ്ങനെ പോയത്. എന്നിട്ട് അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇതായി, അയ്യോ അവനവിടെ എന്നുള്ള സീനായി. നോക്കിയപ്പോ ബെഡ്ഷീറ്റ് മൊത്തം ഞാനിങ്ങനെ കുടഞ്ഞൊക്കെ നോക്കി കാണുന്നില്ല. എന്റെ അമ്മോ, ഇവരെന്ന് പറയുമ്പോ ചെറുതല്ലേ ഉള്ളൂ. ഇവൻ നിങ്ങള് മേ ബി വീഡിയോയിൽ കാണുമ്പോ ഇത്തിരി വലുതായിരിക്കും. ഇത്രേ ഉള്ളൂ അവൻ ശരിക്കും പറയാം, ഇത്രേ ഉള്ളൂ, ചെറുതാവൻ. അപ്പോ എവിടെയെങ്കിലൊക്കെ കയറി ഇരുന്നാല് നമുക്ക് അറിയ പൊടിയില്ല. ഭയങ്കര ഇപ്പൊ കളിയാണ്. ഞാൻ നിങ്ങളെ കാണിക്കുമ്പോ അവൻ ചാടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാം. കണ്ടോ ഈ വഴിക്ക് കണ്ടോ?
ദിവസത്തിലാണ് അങ്ങനെ കളിക്കാറില്ല, എപ്പോഴും രാത്രിയാണ് അവന്റെ ടൈം. ഡേ മൊത്തം അവന് ഉറക്കമാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗ്യത്താൽ അവനിപ്പൊ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ വീലിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെ അന്നേരം അപ്പൊ ഒന്ന് എന്താന്ന് വെച്ചാല് പിന്നെ കുറെ നോക്കി. ബെഡ്റൂം മൊത്തം തപ്പി. ബെഡ്റൂമിൽ എന്താന്ന് വെച്ചാൽ താഴെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ കുറവാണ്. മീൻസ് അങ്ങനെയല്ല, ഫ്ലോറിൽ മീൻസ് ബെഡിന്റെ അടിയിലാണെങ്കിലും ജസ്റ്റ് ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ ഉള്ളിൽ നോക്കി, കുറെ കിറ്റ്സ് ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ നോക്കി, എവിടെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല ആകെ. പക്ഷെ എന്റെ അമ്മ മീൻസ് നമ്മുടെ എന്താ പറയാ അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അവനോട്. അപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കരയാൻ തുടങ്ങി. അമ്മ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ എവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങള് റൂം മൊത്തം തപ്പി. നിയർലി 1 hour ആയി അവൻ മിസ്സായിട്ട്. അപ്പൊ ഞാൻ ഹോളിൽ വന്ന് നോക്കിയപ്പോ അതിന്റെ ഇടയിൽ ഡോറ് സ്ലൈറ്റ് ആയിട്ട്, ഈ ഡോറ് നിങ്ങൾക്ക് കാണാം, ആ ഡോറ് സ്ലൈറ്റ് ആയിട്ട് ഓപ്പൺ ആയിരുന്നു. അപ്പൊ ഓപ്പൺ ആയിരുന്നു എന്ന് പറയുമ്പോൾ മേ ബി അപ്പൊ ഹോളിൽ വരാം. എനിക്ക് കിച്ചണിലോട്ട് പോവാം, അവിടെയാണ് കിച്ചൺ. അപ്പൊ അങ്ങോട്ട് പോവാം. അപ്പൊ കിച്ചണിലോട്ട് ഞാൻ താഴെയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, അവിടെ ഒന്നുമില്ല. കാര്യം താഴെ അവിടെ പ്ലെയിൻ ആണ്, ഒന്ന് വേഗം കാണാൻ പറ്റും, എന്തെങ്കിലും കാണാൻ പറ്റും. ഓക്കെ, ഡോറൊന്നും തുറന്നിട്ടില്ല, ഫുൾ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പൊ അവൻ എന്തായാലും ഉള്ളിലുണ്ട്, അത് ഉറപ്പുണ്ട്. അപ്പോ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് TV വെച്ചിട്ടുണ്ട്. ടിവിയുടെ ഒരു റാക്ക് ഉണ്ട്, അതിന്റെ ബാക്കിൽ മേ ബി ഉണ്ടാവാം. ബട്ട് ഞങ്ങൾ അത്രയും നോക്കിയില്ല, അവിടെ പോകുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഞങ്ങൾ റൂമാണ് നോക്കിയത്. റൂം നോക്കി, റൂമിന്റെ ബെഡ് നോക്കി, ബെഡിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഇതുണ്ടാവുമല്ലോ, അതിന്റെ ഉള്ളിലൊക്കെ കൈയിട്ട് നോക്കി. ഞങ്ങൾക്ക് കുറെ തലയണയുണ്ട്, മേ ബി ഒരു 9 ഇതുണ്ട്. 9 ഞാൻ പറയാം, 4, 6, 8 എണ്ണം ഉണ്ട് കറക്റ്റ്. അപ്പൊ അതിനെല്ലാം ഉള്ളില് കൈയിട്ടു, ഫുൾ നോക്കി, ഒന്നും നടക്കുന്നില്ല, അവനവിടെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ അമ്മ വഴിപാട് കഴിക്കാം, അവനെ ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ പോയത് അവനുള്ള സ്ഥലത്തായിരുന്നു. മീൻസ് ആ ടിവിയുടെ സൈഡിലായിരുന്നു ഞാൻ പോയത്. ഞാൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നമ്മള് ചെയ്യുമല്ലോ, അങ്ങനെ ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി ചെയ്തു. ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് സൈഡിൽ നിന്ന്, ഞാൻ ഇങ്ങനെ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഇവർക്ക് ആ മീശാണോ, അത് മീൻസ് ഇങ്ങനെ കുറെ രോമങ്ങൾ ഉണ്ടാവുമല്ലോ, നോക്കിയപ്പോ കണ്ടു. പക്ഷെ അത് ബ്ലാക്ക് ആണ്. അത് നോക്കിയപ്പോ ഒരു പാച്ചയായിരുന്നു, ഒരു ചെറിയൊരു പാച്ചയായിരുന്നു, അത് കുഞ്ഞു പാച്ചയായിരുന്നു. അപ്പൊ അതെല്ലാം മനസ്സിലായി. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഏകദേശം ഈ ഫിംഗർ ഹൈറ്റില്, ഫ്ലോറിൽ നിന്ന് ആ ഫിംഗർ ഹൈറ്റിൽ അവിടെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന്ന് അവനിങ്ങനെ വീണത് എന്റെ മുമ്പിലായിട്ടാ വീണ. ഐ മീൻ എനിക്ക് കൈ എത്തൂല. ഇത് റാക്ക് എന്ന് പറയുമ്പോ റാക്കല്ല, ഒരു വലിയൊരു ഇത് തന്നെയാ വെച്ചേക്കുന്നത്, ഒരു ടേബിൾ പോലത്തെ സംഭവം വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ ഗ്യാപ്പ് ഇല്ല, കൈ ഫുള്ള് എനിക്ക് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റില്ല. കണ്ടപ്പോ അമ്മ അവൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ വന്നു. പിന്നെ അപ്പൊ എനിക്കൊരു ഇതുണ്ടായി. അമ്മ പറഞ്ഞു വേഗം ഫുഡ് ഇട്ട് നോക്കാം, വിശന്നായിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഫുഡ് ഇട്ടപ്പോഴത്തേക്കും അവൻ കുറച്ച് മുമ്പിൽ വന്നു. പെട്ടെന്ന് പിടിച്ചു അവനെ പിടിച്ചു. അവൻ പിടിച്ചപ്പോ ഒരു ശബ്ദം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു മേ ബി അവനെ പിടിച്ചപ്പോഴുള്ള ഒരു വേദനയിലായിരിക്കാം ശബ്ദം ഉണ്ടാക്കിയത്. അപ്പൊ എനിക്കാണ് ഫസ്റ്റ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ എങ്ങനെയാ അവനെ പിടിക്കാന്നൊന്നും എനിക്കറിയില്ല. സോ ഇതാണ് അവന്റെ, ഞാൻ കാണിച്ചു തന്നതുപോലെ ഇതാണ് അവന്റെ കൂട്. ഇങ്ങനെ കേരള അവന്റെ പണിക്കണ്ടോ, അവന്റെ പൊടി ഇതാണ്. അവനിപ്പോഴും അവന്റെ സ്ഥലം ഇതാണ്. അവൻ ഇവിടെ വന്ന് കിടക്കും. പിന്നെന്താ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഓരോ കോർണേഴ്സും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോർണേഴ്സ് ആണ്. അപ്പോ ഇവനെപ്പോഴും ആ കോർണറിൽ പോയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ കോർണറിലെ ആ ഒരു എന്താ പറയാ അരക്കപ്പൊടിയാണോ തോന്നുന്നത് എന്നാണ് അമ്മ അങ്ങനെ എന്തോ പറഞ്ഞു. എന്തായാലും ആ ഒരു പൊടി 2 ദിവസം കൂടുമ്പോ ആ ഭാഗത്ത് ആ കോർണറിൽ മാത്രം, കാര്യം അവൻ മേ ബി യൂറിൻ പാസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് അവനെല്ലാ സ്ഥലത്തും നമ്പർ 2. അത് ഒരു ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. ഈ പട്ടികൾക്കൊക്കെ ഒരേ സ്ഥലം അവര് പോകും, മീൻസ് സ്മെല്ല് കിട്ടിയിട്ട് അവിടെ തന്നെ പോകും. പക്ഷെ ഇവനങ്ങനെയൊന്നുമില്ല. ഇവന് തോന്നിയ സ്ഥലത്തൊക്കെ അവൻ പോകും, മീൻസ് എന്റെ ഉള്ളിൽ തന്നെ. പിന്നെ അവന്റെ മുകളില് അവനെപ്പോഴും കിടക്കുന്നത് മുകളിലായിരിക്കും. രാത്രിയൊക്കെ ആകുമ്പോൾ മുകളിലായിരിക്കും കിടക്കുന്നത്. പിന്നെ ആ സൈഡിലുള്ള അതാണ്. പിന്നെ ഇവന്റെ ഫുഡ് അങ്ങനെയാണ്. പിന്നെ ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതാണ് അവന്റെ വെള്ളത്തിന്റെ കുപ്പി, കണ്ടോ? ഇതിന്ന് ഇങ്ങനെ വെള്ളം വരും, നിങ്ങൾക്ക് കാണാം, കുറെ വരുന്നുണ്ടേക്കോ, ചൂടാ. ഞാനിത് വെള്ളം ഒരു ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുക്കാറുണ്ട്.
പിന്നെ അങ്ങനെ കുടിക്കും. ഫസ്റ്റ് ഒക്കെ കുടിക്കാറുണ്ടായിരുന്നില്ല, പിന്നെ അറിയില്ലായിരുന്നു അവിടെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കും, അത് കുടിക്കണം പറഞ്ഞ് കുടിപ്പിക്കും. ബട്ട് ഇപ്പോ കണ്ടു പഠിച്ചു. ബട്ട് അവൻ മേ ബി എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 3 times, അത് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നിൽക്കും, കുറെ നേരം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒഴുകും. ഇവിടെ ഒരു ബോൾ പോലെ ഉണ്ട്, അതിങ്ങനെ നിൽക്കുമ്പോൾ വെള്ളം വരും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്. പിന്നെ അവൻ്റെ ഒരു ഫുഡ് വെക്കാനുള്ള ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഫുഡ് വെക്കാനുള്ള ഇതുണ്ട്, അതിലാണ് അവന്റെ ഞാൻ ഫുഡ് വെക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവനെല്ലാം ഇഷ്ടമാണ്. അയ്യോ, ഞങ്ങള് എന്ത് വീട്ടില് ചെയ്യുവാണെങ്കിലും ഏത് സൈഡിലാണോ മീൻസ് ഇപ്പൊ ഇവന്റെ കൂടി ഇങ്ങനെ വെച്ചു, അപ്പൊ ഫുഡ് ഈ സൈഡിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്ത് ആ ഭാഗത്ത് എത്തും. അപ്പൊ അമ്മയ്ക്കെന്ന് വെച്ചാൽ അയ്യോ, അവന് കാണുമ്പോ അമ്മ അപ്പൊ തന്നെ എന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ പറയും അങ്ങനെ കൊടുക്കരുത് എന്നൊക്കെ പറയും. ബട്ട് സ്റ്റിൽ കൊടുക്കാറുണ്ട്. നമുക്ക് അവനെ പുറത്തെടുക്കാം. ഭയങ്കര കളിയിലാണ്. അവനെ ഇപ്പൊ ഭയങ്കര അവനിപ്പോ ഭയങ്കര എന്താ പറയാ, ഓട്ടം ചാട്ടം എന്നുള്ള സീനായിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോ അത് ഇത്തിരി കുറവായിരുന്നു. ഇനിയിപ്പോ കളിയൊക്കെ കുറച്ച് കൂടി ആശാൻ സീനായിട്ടുണ്ട്. നിക്കൂ, ഞാൻ അവനോട് കൊങ്ങനെയാ സംസാരിക്കാം ഗൈസ്, സോറി. കണ്ടോ ഗൈസ്, ഹായ് കുഞ്ഞ, ഹായ്. കണ്ടോ, കുഞ്ഞൻ ഈസ് ബിസി പ്ലേയിങ്. കുഞ്ഞാ നോക്കൂ, ഇതാരാ നോക്കൂ. ഞാൻ നിങ്ങൾക്ക് ഇവന്റെ കുറെ കുസൃതി വീഡിയോസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഹാംസ്റ്റർ കുട്ടൻ, നമ്മുടെ കുഞ്ഞൻകുട്ടൻ പറയാം. സോ നിങ്ങളെല്ലാരെയും ഞാൻ എൻ്റെ പുതിയൊരു പെറ്റിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു അതിഥിനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ. അപ്പോ കാര്യം പറയാൻ മറന്നു. എന്താന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഷുഗറിന്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഷുഗറിന്റെ പ്രൊഡക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവര് നവരാത്രി സ്പെഷ്യൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഗീവ് അവേ ഉണ്ടായിരുന്നു. എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഗീവ് അവേയില് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. എന്താണെന്ന് വരുന്നതെന്ന് ഞാൻ നോക്കി പറയാം. ബട്ട് ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് പെട്ടെന്ന് അത് കിട്ടിയപ്പോ ഞാനിവിടെ തുള്ളിച്ചാടി. കാരണം അവര് മിനിഞ്ഞാന്ന് രാത്രി അവര് ലൈവ് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലായിരുന്നു ലൈവ്. അപ്പൊ ഇന്നലെ 3:30 അപ്പൊ ഞാൻ പൊതുവെ അതിന് മുമ്പത്തെ ഒരു പ്രാവശ്യം ലൈവിൽ ഞാൻ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തപ്പോ ഞാൻ ആ വീഡിയോ മൊത്തം ഇങ്ങനെ ഇരുന്ന് ലൈവ് ഇങ്ങനെ നോക്കിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അവര് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ അവര് ഫസ്റ്റ് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്നാ, അവര് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്തായിരുന്നു ഇന്നലെ അങ്ങനെ അപ്പൊ ആ ഒരു മോഡൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എഴുതി വെച്ചു എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ഇവരുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വന്നത് ഇവരുടെ നവരാത്രിയുടെ ഒരു കളർ എന്താണ് ഈ പ്രാവശ്യത്തെ എന്നാണ്. ഗ്രേ ആയിരുന്നു. ഞാൻ കുറെ ഇതെന്താന്നറിയോ, പിന്നെ ഒരു ലക്കാണ് ശരിക്കും പറഞ്ഞാല്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ശരി ഉത്തരം പറഞ്ഞു അത് ഫസ്റ്റ് പറഞ്ഞു നല്ലതല്ല. ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ റാൻഡം ആയിട്ടാണ് ഇവര് പിക്ക് ചെയ്യുന്നത്. അപ്പോ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുമ്പോ ഞാൻ നോക്കിയപ്പോ റെഡ്, ഗ്രേ, യെല്ലോ എന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് റെഡ് അടിച്ചു വിട്ടു. ഇവളെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അവരപ്പൊ തന്നെ ചൂസ് ചെയ്യുക, അല്ലാതെ പിന്നെയല്ല.
ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ ഐഷാഡോ ഇടുമായിരുന്നു. അപ്പൊ പുള്ളിക്കാരി സ്ക്രീനിലോട്ട് നോക്കുന്നില്ല. പിന്നെ വന്ന് ഇങ്ങനെ നോക്കിയതും ഞാൻ ഗ്രേ ഇട്ടതും എന്റെ ഭാഗ്യത, ഐ ഡോണ്ട് നോ, ലക്കായിരിക്കാം, പുള്ളി സ്ക്രീൻ ഇങ്ങനെ പിടിച്ചു, ടാപ്പ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഓക്കെ ദ ഫസ്റ്റ് വിന്നർ ഈസ് അതുല്യ. എന്റെ അമ്മോ, എനിക്ക് ആൻസർ അറിയില്ലായിരുന്നു. ആരുടെയൊക്കെയോ നോക്കി എഴുതി, ബട്ട് റാൻഡം ബേസിലാണ് അവർ പറയുന്നുണ്ട്, റാൻഡം ആയിട്ടാണ്. അപ്പൊ ഡിസാർട്ടന്റ് ആവരുത് എന്ന് പറയുന്നുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഇതിന്റെ ബാക്കില് ജനലാണ്, ഇവിടെ കാറ്റുണ്ട്, അവിടെ നിന്ന് കാറ്റ് വരണം. കൂടെ എന്റെ മുടി ഇങ്ങനെ ആവുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇങ്ങനെ മുടിയിലിട്ട് കളിക്കാൻ. സോ that was all about this video. I hope you like this video, enjoyed, and നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പോലെ പെറ്റ്സിനെ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ബൈ ഹാംസ്റ്റേഴ്സ്. ദേ ആർ വെരി ക്യൂട്ട്. നോക്കുന്നു തന്നെ പാവമാണ്. നിങ്ങൾ മേടിക്കുക, വല്ല പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ എപ്പോഴും നോക്കിയിരിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് അവൻ കളിക്കുന്ന ടൈമിൽ നിങ്ങൾ അവനെ എടുത്തിട്ടൊന്ന് കളിപ്പിച്ചാൽ അവൻ നിങ്ങളായിട്ട് ഇണങ്ങിക്കോളും, കുഴപ്പമൊന്നുമില്ല. എന്നോട് പിണങ്ങുന്നുണ്ട്, എന്നെ ഇതുവരെ കടിച്ചിട്ടില്ല. കടിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ച് കടിക്കും. സോ ഗൈസ്, എല്ലാവരും പോയി മേടിക്കുക. ഒരു 2000 ആവുമായിരിക്കും, 2500 ഒരു ബഡ്ജറ്റ് വേണം പോവാൻ. അത്ര ആവും. കാര്യം ഞാൻ അവിടെ നോക്കിയപ്പോ 600ന്റെ 650യുടെ ഒക്കെ ഹാംസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിൽ വരും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മേടിക്കാം. സോ ഗൈസ്, ഇതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ മറക്കുക. ഇതെല്ലാം ചെയ്യാത്തവരോടാണ് കേട്ടോ. ചെയ്തവർക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് മീ അതുല്യ സൈനിങ് ഔട്ട്. ബൈ.